ആ, അപ്പുമോളല്ലേ? അതെ. ഞാൻ മാധവൻ, ലാലുവിന്റെ വകയിലൊരു അമ്മാവനാ. ആണോ? സോറി ട്ടോ, ഇവിടെ കാറ്റടിച്ചാ മണി വെറുതെ മുഴങ്ങും. ശബ്ദം കേട്ടപ്പോ കാറ്റടിച്ചതാണെന്നാ കരുതേ. ഓഹോ, ഈ വീട് കൊള്ളാലോ. ഇതവൻ വാങ്ങിച്ചതാണോ? അല്ല, ഇതിന്റെ ഓണർ പുറത്താ. ഇത് ലാലുവിന്റെ ഫ്രണ്ട് റെഡിയാക്കി തന്നതാ. കൊള്ളാം കൊള്ളാം. അങ്കിൾ അകത്തേക്ക് വാ, നമുക്ക് അകത്തിരിക്കാം. ആ, വാ അങ്കിളെ, ഇവിടെ ഇരിക്കെ. അങ്കിളിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട മോളെ, എനിക്കൊരു ഗ്ലാസ് തണുത്ത വെള്ളം മാത്രം മതി. അങ്കിള് കല്യാണത്തിന് വന്നിരുന്നോ? എനിക്കെന്തോ ഓർമ്മ കിട്ടുന്നില്ല. ഇല്ല മോളെ, കല്യാണത്തിന് വരാൻ പറ്റില്ല. അന്നേരം ഞാൻ പുറത്തായിരുന്നു. ഓ. ആ, ലാലു ജോലിക്ക് പോയിട്ടുണ്ടാവൂല്ലേ? ആ അങ്കിളെ, ഞാനിപ്പോ വിളിക്കാം. പറ്റ തിരക്കില്ല. അവനിപ്പോഴും ആ റിസോർട്ടിന്റെ മാനേജർ തന്നെയല്ലേ? അതെ അങ്കിളെ. എന്തായാലും എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ വിളിച്ചാൽ തന്നെ അവൻ കോൾ എടുക്കാറില്ല. ഇനിയിപ്പോൾ എടുത്താൽ തന്നെ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. അവനെനിക്ക് കുറച്ച് അധികം ക്യാഷ് തരാനുണ്ട്. 1-2 ഉറുപ്പ്യല്ല, 80 ലക്ഷം ഉറുപ്പ്യ. ഞാനാകെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ മോളെ. അവൻ കാരണം ഞാൻ ആകെ വട്ടത്തിലേ. സംഭവം നിരപരാധിയാന്നൊക്കെ എനിക്കറിയാം. ഇവൻ ഇതിനു മുമ്പ് IT ഫീൽഡിലായിരുന്നല്ലോ. ഇവനും ഇവന്റെ സുഹൃത്തുക്കളും കൂടി ഒരു അമേരിക്കൻ IT കമ്പനിയുടെ ഫ്രാഞ്ചൈസി കേരളത്തിൽ തുടങ്ങലായിരുന്നു ഉദ്ദേശം. കമ്പനിക്കാണെങ്കിൽ ആകെ ഒരൊറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ. എയർപോർട്ടിനടുത്ത് ഒരു 5000 സ്ക്വയർ ഫീറ്റിൽ ഒരു ബിൽഡിംഗ് സ്വന്തമായിട്ട് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ സഹായിച്ചത്. എനിക്കൊരു ഷെയറും ഓഫർ ചെയ്തു ഇവന്മാർ. ഈ 3 മണ്ടന്മാരും കൂടി തങ്ങളുടെ ഷെയർ കൂട്ടത്തിലുണ്ടായിരുന്ന 4-മനെ ഏൽപ്പിച്ചു. അവനാണെങ്കിൽ ലോക ഫ്രോഡും. കാശുമായിട്ട് അവൻ മുങ്ങി. ഇവന്മാരാണെങ്കിൽ വഴിയാധാരാവുകയും ചെയ്തു. മോളുടെ ഗോൾഡൊക്കെ കയ്യിലുണ്ടോ? അതോ അവൻ വിറ്റ് നശിപ്പിച്ചോ? അതെല്ലാം എന്റെ കയ്യിലുണ്ട്. അറിയാലോ, ഒരു പിടിപ്പില്ലാത്തവനവൻ. എന്തിന് ഇത്രേ സുന്ദരിയായ മോളെ സംരക്ഷിക്കാനുള്ള ചങ്കൂറ്റം പോലും അവനില്ലെന്നോ? സത്യം പറഞ്ഞാ അവൻ ഇവിടെ ഇട്ട് തല്ലി കൊല്ലാൻ വേണ്ടി ഞാൻ വന്നേ. പക്ഷെ മോളെപ്പോലൊരു പാവം കൊച്ചിന്റെ മുമ്പിലിട്ട് അത് വേണ്ട. അങ്കിൾ പ്ലീസ് ഒന്നും ചെയ്യരുത്. എനിക്കിതൊന്നും അറിയില്ല. എന്റെ കയ്യിൽ ഒരു 50 പവൻ ഗോൾഡ് കാണും. അത് ഞാൻ തരാം. അത് തന്നാലും 10-15 ലക്ഷം ഉറുപ്പ്യല്ലേ ആവുള്ളൂ മോളെ. ബാക്കിക്ക് ഞാനവിടെ പോവും. ഇത് തന്നെ തരാൻ എന്റെ വീട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ താഴെ ഒരാൾ കൂടിയുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഈ മണ്ടന് വേണ്ടിയിട്ട് ഈ ഗോൾഡൊക്കെ മോളിപ്പോ ചെലവഴിച്ച നാളെ മോൾക്കൊരാവശ്യം വന്നാ എന്ത് ചെയ്യും? തൽക്കാലം മോൾ ആ കടുങ്കയൊന്നും ചെയ്യണ്ട. എന്നാലും മോളുടെ ഒരു വിധി. ഈ ദുർഗണന്റെ കയ്യിലാണല്ലോ മോള് വന്ന് പെട്ടതേ. മോള് പേടിക്കണ്ട, കാശ് ഞാൻ അവൻ്റെ നിന്ന് വാങ്ങിച്ചോളാം. മോൾ അവനൊന്ന് വിളിക്കേ. മാധവൻ അങ്കിൾ വന്നിട്ടുണ്ടെന്നൊന്ന് പറ.
നീ വന്നോ മോനെ? ആ ഡോറങ്ങ് അടച്ചേക്കടാ. ആ ഡോറങ്ങ് അടച്ചേക്കാൻ. ആ ഡോറങ്ങ് അടച്ചേക്കടാ നായിന്റെ മോനെ. പേടിക്കണ്ട കേട്ടോ. നമ്മളവിടെ നിന്നോടിന് പ്രത്യേകിച്ച് പറയണോ? ഇരിക്കടാ. അതിലല്ല, താഴെ. ഡാ, സുഖാണോ? നിന്റെ തൊണ്ടയിൽ നിറ നാവില്ലേ? എന്താടാ എന്റെ കാശിന്റെ കാര്യം? അത് മാതാട്ടാ, എനിക്ക് കുറച്ച് സമയം തരണം. നീ തറ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത നീ? അത് മാതാട്ടാ, പേടിച്ചിട്ടാ, എന്നോട് ക്ഷമിക്കണം. സമയം എത്ര സമയം? ഒരാഴ്ച. ഉറപ്പാണോ? തന്നില്ലെങ്കിലോ നീ വീണ്ടും മുങ്ങോ? ഇല്ല മാതാട്ടാ, ഉറപ്പാണ്. മോളെ, നീ ഒന്ന് എഴുന്നേറ്റേ, എന്നിട്ട് എൻ്റെ പിന്നാലൊന്ന് വന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് കണ്ടില്ലേ? മോളൊന്ന് ആലോചിച്ചേ, ഇങ്ങനൊരു മണക്കൂസിന്റെ കൂടെ ജീവിതം ഹോമിച്ച് തീർക്കണോ? നിന്റെ ഭർത്താവിന് ഈ കാശൊന്നും തന്നു തീർക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ പോകുന്നതേ നിനക്ക് വേണ്ടിയാ. നിന്നെ അവൻ മര്യാദക്കൊന്ന് ചുംബിച്ചിട്ടുണ്ടോ? ചന്ദനത്തിന്റെ മണമോളെ നിനക്ക്. ഈ കടം തീർക്കാൻ ഞാനൊരു വഴി പറയട്ടെ. മരിക്കോളം നിനക്ക് എന്റേതു കൂടി ആയിക്കൂടെ? നിന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. ഞാൻ വരുമ്പോഴെല്ലാം നീ നിന്റെ മനസ്സിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണം. അങ്ങനെയാണെങ്കിൽ അവന്റെ കടങ്ങൾ വീട്ടാനുള്ള വഴിയും നിനക്ക് രാജ്ഞിയെ പോലെ ജീവിക്കാനുള്ള മാർഗവും ഞാൻ ഉണ്ടാക്കി തരാം. ഇനി മറിച്ചാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എന്റെ പണം കിട്ടണം. അങ്ങനെ നിങ്ങളുടെ വെപ്പാട്ടിയായിരുന്നിട്ട് എനിക്ക് രാജ്ഞിയെ പോലെ ജീവിക്കണ്ട. നിങ്ങളുടെ പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നു തീർക്കും. ഇനിയും നിങ്ങൾ ഇവിടെ നിന്നോ എന്റെ കൈയുടെ ചൂട് നിങ്ങൾ അറിയും.